Hi, dears. Now we are going to discuss about the warping effect. Okay. So ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് എന്തിന് യൂസ് ചെയ്യാം? പ്രീ വാർപ്പിംഗ് എന്നുള്ള പ്രോസസ്സിന് യൂസ് ചെയ്യാം. അതായത് വാർപ്പിംഗ് എന്ന് പറയുന്നൊരു എഫക്റ്റ് ഉണ്ട്, വാർപ്പിംഗ് എഫക്റ്റ് എന്ന് പറയുന്നൊരു പ്രോബ്ലം ഉണ്ട്. സോ ആ ഒരു പ്രോബ്ലം റിക്കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യാം. അതായത് അതിന് പറയുന്ന പേരാണ് പ്രീ വാർപ്പിംഗ് കേട്ടോ. ഓക്കെ, സോ അത് യൂസ് ചെയ്യാമെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പം നമ്മൾ അതിലേക്ക് പോകുന്നതിന് അത് കഴിഞ്ഞു. ആ ഒരു ടെക്നിക്ക് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന ടെക്നിക്ക് ഓൾറെഡി ടേക്ക് ചെയ്തു. സോ നമുക്ക് വാർപ്പിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുന്ന സമയത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് യുവർ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഈസ് ഒമേഗ is equal to omega t, omega is equal to 2/t into tan of omega by 2. So this is the expression for the analog transfer function, analog frequency and your digital frequency. Okay, so here the omega is the analog frequency. This omega is represented as a digital desired frequency. So നമ്മൾ ബേസിക്കലി നമ്മളൊരു അനലോഗ് ഫിൽറ്റർ ഡിജിറ്റൽ ഫിൽറ്റർ ആക്കുന്ന സമയത്ത് എച്ച് ഓഫ് ഒമേഗേനെ ഈ ഒരു ഒമേഗേനെ ഈ ഒരു ഫാക്ടറിലേക്ക് കൺവേർഷനാണ് മെയിനായിട്ട് നടക്കുന്നത്. ആൻഡ് ലിസൺ ആൻഡ് മോർ ഓവർ നമ്മൾ എച്ച് ഓഫ് എസിനെ എച്ച് ഓഫ് സെഡിലേക്ക് മാറ്റാം. സോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എച്ച് ഓഫ് എസിനെ എച്ച് ഓഫ് സെഡിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് വേറെ ഓരോ ടെക്നിക്കിലും പല രീതിയിലാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നത്. സോ ഇവിടെ നമ്മൾ ഈ അനലോഗ് ഫ്രീക്വൻസിയാണ് നമ്മൾ പറയുന്നത്. ഫ്രീക്വൻസിയും ഡിജിറ്റൽ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനാണ് ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഈ ഒരു ഹയർ ഫ്രീക്വൻസിന് നമ്മളിവിടെ എല്ലാ ഹയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2 മോഡുണ്ട്. ഒന്ന് ലോവർ വൺ ആൻഡ് വൺ ഈസ് അനദർ ഹയർ വൺ. സോ ഹയർ ഫ്രീക്വൻസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും ആൻഡ് ലോവർ ഫ്രീക്വൻസിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. സോ ലിസൺ, അപ്പോൾ ഫോർ ലോവർ ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ലോ ഫ്രീക്വൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ലോ അൺലോ ഫ്രീക്വൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തെല്ലാം ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. സോ ആ ഒരു ഈ ഒരു കൺസെപ്റ്റ് 2ൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ഫസ്റ്റിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ പറയുക, ഒമേഗ is equal to 2/t into instead of the tan omega by 2 we can write into omega by 2 as like our equation 2. So by write this we can just cancel the common term at the denominator and numerator. We can get omega by t, and omega, the digital frequency, that can be expressed as omega analog frequency into the time samples per second. Okay, so this will be the expression that we get. That means this is the constant term omega. That is, omega is the digital frequency that can directly proportional to what analog frequency. So whenever we are plotting this omega and digital frequency and analog frequency, that is in your y-axis will be taken as omega and this will be your omega t. So we can get the straight line for in the case of this is a straight line. Okay, straight line for the case of a low frequency മോഡിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു റിലേഷൻ ഒബേ ചെയ്യുന്നത് കൊണ്ട് ഒമേഗയും അതായത് അനലോഗ് ഫ്രീക്വൻസിയും ഡിജിറ്റൽ ഫ്രീക്വൻസിയും തമ്മിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, ദിസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. വി ഗെറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ഫോർ ദിസ് കേസ്. പക്ഷേ ഈ ഒരു ലോ ഫ്രീക്വൻസിൻ്റെ കേസാണ്. ബട്ട് ഇൻ ദ ഹയർ ഫ്രീക്വൻസിൻ്റെ കേസിൽ ഈ ഹയർ ഫ്രീക്വൻസിൻ്റെ കേസിൽ നമുക്ക് എന്ത് സംഭവിക്കും വെച്ചാൽ, for this case of higher frequency, the relationship between your omega and this analog frequency omega become non-linear. So that the distortion is introduced in the frequency scale.
scale of the digital filter to that of the analog filter. So this is known as the warping effect. So listen, higher frequency, lower frequency എന്ത് സംഭവിക്കട്ടെ, ഇത് ലീനിയറാണ് അല്ലേ. By this expression we can get the linear, but in the case of higher frequency practically നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുക വെച്ചാൽ ഇതൊക്കെ ഈ ലോവർ ഫ്രീക്വൻസി സ്ട്രെയിറ്റ് ആയി വന്നിട്ട് ഹയർ ഫ്രീക്വൻസിയിൽ എത്തുന്ന സമയത്ത് എന്ത് നോൺ ലീനിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. സോ ഇത് രണ്ടും നമ്മൾ സിംഗിൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ലോവർ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസി, ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ ലോവർ ഫ്രീക്വൻസി. ഹയർ ഫ്രീക്വൻസിൻ്റെ കേസിൽ തന്നെ വരും, ബട്ട് ഹയർ ഫ്രീക്വൻസിയിൽ കിടക്കുന്ന സമയത്ത് ഇറ്റ്സ് വിൽ ബിക്കം ദ നോൺ ലീനിയർ and it's plotted with omega and omega. ഓക്കെ, സോ അതായത് ഹയർ ഫ്രീക്വൻസി ലോവർ ഫ്രീക്വൻസിയിൽ ലീനിയർ ആവുക, ബട്ട് ഹയർ ഫ്രീക്വൻസിയിൽ നോൺ ലീനിയർ ആവുക. സോ ഈ ഒരു നോൺ ലീനിയർ ആവുക മാത്രമല്ല, ഹയർ ഫ്രീക്വൻസിയിൽ ഡിസ്റ്റോർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഫ്രീക്വൻസി സ്കെയിലിൽ ഡിസ്റ്റോർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ ദാറ്റ് എഫക്റ്റ് വി ക്യാൻ കോൾ ഇറ്റ്, ദാറ്റ് പ്രോബ്ലം ഇസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാർപ്പിംഗ് എഫക്റ്റ്. ഈ ഒരു എഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്, വാർപ്പിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വാർപ്പിംഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതായത് നമ്മൾ പറഞ്ഞു ലോവർ ഫ്രീക്വൻസിയിൽ ലീനിയർ ആവുക, ലോവർ ഫ്രീക്വൻസിയിൽ ദ ലോവർ ഫ്രീക്വൻസി ദ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഫ്രീക്വൻസി ദ എക്സ്പ്രഷൻ ഈസ് ഇൻ ലീനിയർ മോഡ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹയർ ഫ്രീക്വൻസീസ് വിൽ ബി ഗെറ്റ് ഇൻ ദ നോൺ ലീനിയർ. ഓക്കെ, നോൺ ലീനിയർ ആവുക ആൻഡ് മോർ ഓവർ ഡിസ്റ്റോർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതാണ് വാർപ്പിംഗ് എഫക്റ്റ് അറ്റ് ദ ഹയർ ഫ്രീക്വൻസി. ഓക്കെ, സോ വി ക്യാൻ ഏബിൾ ടു റിമൂവ് ദിസ്. ഓക്കെ, വാർപ്പിംഗ് എഫക്റ്റ് റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പ്രീ വാർപ്പിംഗ് എന്ന് പറയും. പ്രീ വാർപ്പിംഗ്. ഓക്കെ, സോ ഈ പ്രീ വാർപ്പിംഗ് ടെക്നിക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ അനലോഗ് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ എന്തായിരിക്കും ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യും, ഇത് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷനാക്കി മാറ്റും. ഇതാണ് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അനലോഗ് ഫിൽറ്ററിനകത്ത് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. സോ ലിസൺ, ഇപ്പോൾ വാർപ്പിംഗ് എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഈ ഡിജിറ്റൽ ഫിൽറ്ററിനെ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷനാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, ഈ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മളെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാക്കി മാറ്റുക. ലിസൺ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ അനലോഗ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് അനലോഗായി കൺവേർട്ട് ചെയ്തിട്ട് ആ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാക്കുക. സോ അങ്ങനെയാണ് നമ്മൾ പ്രീ വാർപ്പിംഗ് എന്നുള്ള മെത്തേഡ് ചെയ്യുന്നത്. സോ ഈ വാർപ്പിംഗ് എഫക്റ്റ് നടക്കുന്ന ഈ ഫിനോമിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രീ വാർപ്പിംഗ്. ഈ പ്രീ വാർപ്പിങ്ങിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാർപ്പിംഗ് എഫക്റ്റ് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഡയറക്റ്റായിട്ട് നമ്മൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാക്കി മാറ്റും, ട്രാൻസ്ഫർ ഫംഗ്ഷനാക്കി മാറ്റും. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാർപ്പിംഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ വാർപ്പിംഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രീ വാർപ്പിംഗ് മെത്തേഡ്. ഓക്കെ, so this is all about the warping in your digital filter.